ഹായ് ഫ്രണ്ട്സ്, ചെറുപേർക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഇത്. നെടുങ്കുന്നത്താണ് സ്ഥലമേ, കറുകച്ചാലിനടുത്തുള്ളത്. സ്പോർട്സ് ഹബ്ബ് എന്ന് പറയും ഇതിൻ്റെ പേര്. അതിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതിനുള്ള ഉപകരണങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയവർക്കും എക്സർസൈസ് ചെയ്യുകയോ കളിക്കുകയോ ഒക്കെ. ഇവിടെ കളിക്കാൻ ഒത്തിരി കോളേജ് പിള്ളേരും അല്ലാത്ത വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എക്സർസൈസ് ചെയ്യാനും ഒക്കെ. എല്ലാത്തിനും നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുതിയേക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്നാക്സ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, സ്നാക്സ് കഴിക്കാം. അതുപോലെ തന്നെ എല്ലാം നമ്മൾ കറങ്ങിയൊക്കെ അടിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം അവസാനം വേണമെങ്കിൽ ഫുഡ് കഴിക്കാനും നമുക്ക് അത് അവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സ്നാക്സ് മേടിച്ച് കഴിച്ചതാണ് ഇത്. അക്കുവിനെയും കൊണ്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ അവൻ്റെ ഡാഡായും മമ്മിയും ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അവരിപ്പോഴും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാണ് അവനെ കൊണ്ടുവരുന്നത്. അന്നേരത്തെ അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അവൻ നല്ലതുപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഇത് കുറച്ചേറെ ബോൾസൊക്കെ ഇട്ടിട്ട് അതിനകത്തോട് ചാടി കളിക്കാം അവർക്ക്. തെന്നി പോകും, പക്ഷേ നല്ല രസമാണ് കേട്ടോ. ഏകദേശം ഞങ്ങൾ 4 മണി കഴിഞ്ഞപ്പോഴാണ് വന്നത്. അതുകൊണ്ട് അധികം ആൾക്കാരില്ലായിരുന്നു. ഒരു 6 മണിക്ക് ശേഷമാണ് ഇവിടെ ആൾക്കാർ കൂടുതലും വരുന്നത്. വെയിലൊക്കെ ഒന്ന് താണു കഴിയുമ്പോൾ എല്ലാവരും വരും. ഒത്തിരി ആൾക്കാർ വരുമെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ടൈമല്ലേ, അതുകൊണ്ടൊക്കെ ആൾക്കാർ കുറവ്. അല്ലെങ്കിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കളിക്കുന്ന ഇതിലൊക്കെ അവൻ എല്ലാത്തിലും കയറി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിലെല്ലാം അവൻ ചാടി കയറി കളിച്ചു. ഈ കൊച്ചു ഊഞ്ഞാൽ പോലെയുള്ള സാധനമുണ്ട്. അതുപോലെ തന്നെ കയറി ഇറങ്ങുന്ന എല്ലാത്തിനൂടെ. എൻ്റെ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നമുക്ക് എൻട്രൻസ് ഫീസ് നമുക്കുള്ളത് 25 രൂപ. കൂടെ വരുന്നവർക്കുള്ളതാണ് 25 രൂപ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് 100 രൂപ. അതിലെല്ലാം കയറി കളിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അവൻ കയറി. എൻ്റെ ദൈവമേ, ഞങ്ങൾ പേടിച്ചു പോയി കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഇവനെ കണ്ടില്ല. ഇവൻ പെയ്യെ നിരങ്ങി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വളഞ്ഞ് പൊളിഞ്ഞിരിക്കുക കണ്ടില്ലേ. അതിൻ്റെ അകത്ത് അവൻ നിരങ്ങി കയറി വന്നു ഒരു വിധത്തിൽ. തന്നെയെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളൊന്നും പറയുകയേ വേണ്ട. ഇതെങ്ങനെ എന്നൊന്നും അവനോട് പറയേണ്ട കാര്യമില്ല. അവൻ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി അവന്. എല്ലാം അതുപോലെ തന്നെ ചെയ്തോളും. വേറെ കുട്ടികൾ വരുമ്പോൾ അതുകൊണ്ട് വഴക്ക് പിടിക്കാനും അവൻ മുന്നിലുണ്ടായിരുന്നു കേട്ടോ. അവരെടുക്കുന്ന സാധനങ്ങൾ അവന് വേണം, അവനെടുക്കുന്ന സാധനങ്ങൾ മറ്റുള്ള പിള്ളേർക്ക് വേണം. അങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളുടെ കളികൾ. പക്ഷെ നല്ല ഇതായിരുന്നു, എൻജോയ് ചെയ്ത് എല്ലാവരും കേട്ടോ. കൊച്ചു പിള്ളേരെയും കൊണ്ട് വന്നതാണ്. അവർക്കൊക്കെ ഇങ്ങനെ കൂടെ നിന്ന്. അപ്പോൾ വേറൊരു കുട്ടികൾ കളിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ, എല്ലാവരും കൂടിക്കൊണ്ട് കളിക്കുമ്പോൾ. ഈ സമയത്തൊക്കെ പിള്ളേർ വന്നില്ലായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെയാണ് കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വരും. എന്നിട്ട് അവരെല്ലാം ഒരുമിച്ചായിരുന്നു കളിച്ചത്. പിന്നെ ഇവിടെ കയറിക്കൊണ്ട് വന്നപ്പോൾ അവൻ അവിടെ സ്ലിപ്പായേ. കാരണം കാല് തണ്ട അവിടെ ഒന്ന് ഇരുമ്പിൻ്റെ ഒരു അത് അവനങ്ങ് തെന്നിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നമ്മൾ കൂടെ നിൽക്കണം പിള്ളേരോടെ. എല്ലാത്തിലും അങ്ങ് ചാടി കയറി ഇരുന്ന് പൊയ്ക്കോളും. ഒരു പേടിയുമില്ല അവന്. അപ്പോൾ നിങ്ങൾ കണ്ടോ എന്തൊക്കെയായിട്ടില്ല അവിടെ ഉള്ളതെന്നുള്ളത്. നിങ്ങൾക്ക് പോകാൻ താല്പര്യം നെടുങ്കുന്നത്ത്, കറുകച്ചാൽ അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുടുംബമായിട്ട് വന്ന് ഇതുപോലെ എൻജോയ് ചെയ്യാം. 6 മണിക്ക് ശേഷം 4 മണിക്ക് ശേഷം വന്നാൽ മതി. ഇപ്പോൾ അത് ചൂടൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ നെറ്റ് പോലെ അടിച്ചേക്കുന്നതാണ്. ഇത് ചാടിയാലിങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ പിള്ളേർ കടന്ന് പൊയ്ക്കോളും. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് കയറി ഒന്ന് ചാടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ
നമ്മൾ വലിയവർക്ക് സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തു. ഫോട്ടോ എടുത്ത് അതിലൊന്ന് കയറി ഒന്ന് ഇരുന്നായിട്ടൊന്ന് കാണിച്ചുകൊണ്ടൊക്കെ നമുക്കതിലൊന്നും കയറാൻ അലൗഡില്ല. ഒന്ന് കയറി ഇരുന്ന് ഒന്ന് ചുമ്മാ ഒരു വീഡിയോ പിടിക്കാനായിട്ട് സന്തോഷത്തിന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒന്ന് കറങ്ങി അടിച്ചു.